അപ്പോൾ 2024-ലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആനിമേഷനായ സോളോ ലെവലിംഗ് നമ്മൾ കാണാൻ പോകുന്നു. ഈ ആനിമേഷനിൽ വളരെ തീവ്രമായ ചില പോരാട്ട രംഗങ്ങളും അതിശയകരമായ ഒരു കഥാതന്തുവുമുണ്ട്. അപ്പോൾ എപ്പിസോഡ് 1-ൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഈ കഥ നിലവിലെ ടൈംലൈനിൽ ആരംഭിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നിരവധി കപ്പലുകളുള്ള ഒരു ദ്വീപ് നമുക്ക് കാണിച്ചു തന്നു. ഓരോന്നിനും അതിന്റേതായ കപ്പലുകളുണ്ടായിരുന്നു. സമീപത്ത് നിരവധി സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. തുടർന്ന് കപ്പലിന്റെ വൈസ് ക്യാപ്റ്റനോട് സംസാരിക്കുന്നു. ക്യാപ്റ്റൻ, നമ്മളും ഇതിൽ പങ്കുചേരണോ? ക്യാപ്റ്റൻ മറുപടി പറയുന്നു, ഇത് വെറുതെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ആയുധങ്ങൾ ഇവിടെ ഉപയോഗശൂന്യമാണ്. അതിനാൽ നമുക്ക് വേട്ടക്കാരെ ആശ്രയിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പിന്നീട് രംഗം മാറുന്നു. അടുത്ത സീനിൽ നമുക്കൊരു വേട്ടക്കാരനെ കാണിക്കുന്നു. എന്തോ ഒന്ന് കണ്ട് അവൻ ഓടിപ്പോകുന്നു. വേട്ടക്കാരൻ നേരെ തന്റെ ടീമിലേക്ക് ഓടുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം ഭീമൻ ഉറുമ്പുകൾ വേട്ടക്കാരെ ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. നിരവധി വേട്ടക്കാർ അവരോട് പോരാടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി അവയെ തിന്നാൻ തുടങ്ങുന്നു. ഒരു മാന്ത്രികനും അവിടെയുണ്ട്. ഈ ജീവികളെ തോൽപ്പിക്കാൻ നമ്മുടെ റാങ്ക് പര്യാപ്തമല്ല, അദ്ദേഹം പറയുന്നു. ഒരു വേട്ടക്കാരൻ ഉറുമ്പിന്റെ ആക്രമണത്തിൽ മരിക്കാൻ പോകുന്നു. പക്ഷേ പെട്ടെന്ന് ഒരാൾ അയാളുടെ സഹായത്തിനെത്തുന്നു. ആദ്യം എത്തുന്ന ആൾ വേട്ടക്കാരനിൽ നിന്ന് ഉറുമ്പിനെ നീക്കം ചെയ്യുന്നു. തുടർന്ന് ഒരു നിമിഷത്തിനുള്ളിൽ വേട്ടക്കാരനെ സുഖപ്പെടുത്താൻ തന്റെ രോഗശാന്തി മാന്ത്രികത ഉപയോഗിക്കുന്നു. മരിക്കാൻ പോകുന്ന വേട്ടക്കാരനും ഇവിടെയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ വേട്ടക്കാരൻ ഒരു കൂട്ടം ഉറുമ്പുകളെ ആക്രമിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് ഫുൻകി എന്ന വേട്ടക്കാരൻ ഉറുമ്പുകളെ ഞെട്ടിക്കാൻ തന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നത്. തുടർന്ന് ഫുൻകി ബിഗ് ടൈഗർ എന്ന വേട്ടക്കാരനെ വിളിക്കുന്നു. ഫുൻകിയും ബിഗ് ടൈഗറും ഇപ്പോൾ ഉറുമ്പുകളെ കൊല്ലാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സമീപത്ത് നിൽക്കുന്ന മറ്റു വേട്ടക്കാർ ഇത് നിരീക്ഷിച്ചു പറയുന്നു, ഈ റാങ്കിലുള്ള വേട്ടക്കാർ എത്തിയിരിക്കുന്നു. ഇവിടെ രോഗശാന്തി മാന്ത്രികത ഉപയോഗിക്കുന്ന വേട്ടക്കാരന്റെ പേര് മിനോബ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവൻ മിനോബിനോട് പറയുന്നു, നീ വളരെ വേഗത്തിൽ ഓടുന്നു. അതിന് മിനോബ് മറുപടി നൽകുന്നു, എനിക്ക് കഴിയുന്നത്ര ആളുകളെ സഹായിക്കണം. നിങ്ങൾ രണ്ടുപേരും എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ആരോ നിലവിളിക്കുന്നത് അവർ കേൾക്കുന്നത്. അത് വളരെ വലുതാണെന്ന് ഞാൻ ഇവിടെ കാണുന്നു. കടുവ അവരുടെ പിന്നിൽ ഒരു ഉറുമ്പ് നിൽക്കുന്നത് കാണുന്നു. അതിനെ നോക്കിയ ശേഷം അവൻ ചോദിക്കുന്നു, ഇതാണോ ബോസ്? ശരി, അതുപോലെ തോന്നുന്നില്ല, അവൻ പറയുന്നു. തുടർന്ന് ടൈഗർ പറയുന്നു, ഈ ഉറുമ്പാണ് ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് ഞാൻ കരുതുന്നു. തുടർന്ന് ടൈഗർ മിന്നോവിനെ മിന്നോ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുർ ചെയ്ത വ്യക്തിയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. തുടർന്ന് ടൈഗറും ഫൂങ്കിയും ഉറുമ്പിനെ ആക്രമിക്കാൻ പോകുന്നു. വന്നയുടനെ ടൈഗർ ഉറുമ്പിന്റെ വായിൽ പിടിക്കുന്നു. അപ്പോൾ ഫൂങ്കി പെട്ടെന്ന് മുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഉറുമ്പിന് നേരെ ഒരു മിന്നൽ ആക്രമണം നടത്തുന്നു. ഈ മിന്നൽ ഉറുമ്പിനെ ഭയപ്പെടുത്തുന്ന ഒരു ഞെട്ടലോടെ ബാധിക്കുന്നു. ടൈഗർ അത് കണ്ട് ഓടിപ്പോകുന്നു. അവൻ അതിന്റെ ചില ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു. ഇത് സംഭവിച്ചയുടൻ ഉറുമ്പ് ടൈഗറിനെ പിന്നോട്ട് തള്ളുന്നു. പക്ഷേ ഒടുവിൽ ടൈഗർ തന്റെ കഴിവുകളിൽ ഒന്ന് ഉപയോഗിച്ച് ഷീഡിയെ കൊല്ലുന്നു. ഇറങ്ങിയ ശേഷം ഫ്യൂഗി ടൈഗറിനോട് പറയുന്നു, നിങ്ങളുടെ ശക്തി വളരെ മണ്ടത്തരമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആ വൃദ്ധ ഷീഡി മരിച്ചതിനുശേഷം ഒരു വലിയ വെളുത്ത ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ടതിനുശേഷം ഫ്യൂഗി പറയുന്നു, അയാൾ ലീഡർ പോലും ആയിരുന്നില്ലെന്ന് തോന്നുന്നു. സിഇടികളുടെ ഈ സംഘം അടുത്തുവരുന്നത് കാണുമ്പോൾ ടൈഗർ വീണ്ടും തന്റെ കഴിവ് ഉപയോഗിക്കുന്നു. അത് അയാളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും പേശികളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ശക്തികളെ സംയോജിപ്പിച്ച് സിഇടികളെ ആക്രമിക്കുന്ന തന്റെ ലാൻഡിംഗ് ആക്രമണവും അയാൾ ഉപയോഗിക്കുന്നു. പിന്നീട് രംഗം മാറുന്നു. മാഷിൻ എന്നൊരാൾ അവരെ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. മാഷിൻ പറയുന്നു, അവർ കൃത്യസമയത്ത് എത്തിയതായി തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ആരംഭിക്കാം, അദ്ദേഹം പറയുന്നു. മാഷിനും മറ്റ് ഹാൻഡർമാരുടെ ഒരു കൂട്ടവും ഞങ്ങൾ കാണുന്നു. വെളുത്തതും ചുവന്നതുമായ ഉറുമ്പുകൾ അവരുടെ നേരെ മുന്നേറുന്നു. മാഷിൻ തന്റെ ഫയൽ കഴിവ് ഉപയോഗിച്ച് എല്ലാ ചുവന്ന ഉറുമ്പുകളെയും കൊല്ലുന്നു. എന്നാൽ ഇവിടെ ഉറുമ്പുകൾ ഇപ്പോഴും മുന്നേറുകയാണ്. ഇത് കണ്ട് മാഷിൻ തന്റെ വേട്ടക്കാരുടെ സംഘത്തെ മുന്നോട്ടയക്കുന്നു. തുടർന്ന് ഒരു വിവരണം ആരംഭിക്കുന്നു. ഇത് 10 വർഷം മുമ്പാണ് സംഭവിച്ചത്. 10 വർഷം മുമ്പ് ഈ ലോകത്തിൽ ഒരു കവാടം പ്രത്യക്ഷപ്പെട്ടു. അത് ഈ ലോകവുമായി മറ്റൊരു മാനത്തെ ബന്ധിപ്പിക്കുന്നു. ആ കവാടത്തിന്റെ മറുവശത്ത് സാധാരണ ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ കഴിയാത്ത നിരവധി വിചിത്ര രാക്ഷസന്മാർ ഉണ്ടായിരുന്നു. ഈ രാക്ഷസന്മാരോട് പോരാടാനുള്ള കഴിവ് നേടിയവരെ വേട്ടക്കാർ എന്ന് വിളിച്ചിരുന്നു. വേട്ടക്കാർക്ക് അവരുടെ ശരീരത്തിനുള്ളിൽ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. ഈ മാന്ത്രിക ശക്തികളെ അടിസ്ഥാനമാക്കി വേട്ടക്കാർക്ക് S, A, B, C, D, E, Q എന്നീ സ്ഥാനപ്പേരുകൾ നൽകി.